ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയ ആളുകൾക്കും നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാന്റസി സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ ചിത്രകഥയിലൊക്കെ വായിക്കുന്ന മുത്തശ്ശി കഥയില്ലേ, അതുപോലൊരു കഥ. ഒരു കുട്ടി അത്ഭുതകരമായിട്ട് എത്തിപ്പെടുന്ന ഒരു വലിയ മായാലോകത്തിന്റെ കഥ. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ലൂക്ക ഒരു അപകടം ഉണ്ടായതിനെ തുടർന്ന് അവൻ ആരും ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ആന്റിയുടെ വീട്ടിലേക്ക് ലൂക്ക പോകുന്നുണ്ട്. എന്നാൽ ആ വീട് അതൊരു സാധാരണ വീടായിരുന്നു, ഒരു പഴയ വലിയ കോട്ടയായിരുന്നു. അവിടെ വെച്ച് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വാതിൽ അവൻ കണ്ടെത്തുന്നുണ്ട്. ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അവനൊരു മായാ ലോകത്തിലേക്ക് പോകാൻ കഴിയും. എന്താണ് ആ വാതിൽ, എന്താണ് ആ മായാ ലോകം? അവസാനം നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക്, അല്ല ഈ മായാ ലോകത്തിലേക്ക് അങ്ങ് പോവുകയല്ലേ. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ലൂക്ക എന്ന കുട്ടിയെ കാണിക്കാനുണ്ടോ, വളരെ ധൃതിയില് അവന്റെ ബാഗിലേക്ക് അവന്റെ പ്രിയപ്പെട്ട സാധനങ്ങൾ അവൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട്. കാരണം എന്താണെന്നറിയോ, അവനൊരു വെക്കേഷൻ ട്രിപ്പ് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്ര ഹാപ്പി ആയിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്യുന്നത്. ഇതിനുശേഷം നേരെ പോകുന്നത് അമ്മയുടെ റൂമിലേക്കാണ്. ലൂക്കാസിന് അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ, അച്ഛനില്ല. ലൂക്ക് ഇപ്പൊ വേഗം അമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ട്, അമ്മ എന്താ മാറ്റാത്തത്, വേഗം എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ബെഡ്ഷീറ്റ് എന്നെ പിടിച്ച് വലിക്കുകയാണ്. ഇത് കണ്ടപ്പോ അമ്മ പറയണോ, ഓ ഈ ചെറുക്കനെ കൊണ്ട് തോറ്റു, ഞാൻ ഇപ്പൊ റെഡിയാവാടാ. അങ്ങനെ അമ്മയും മകനും റെഡിയായി ഇവർക്ക് ആവശ്യമുള്ള സാധനം എല്ലാം പാക്ക് ചെയ്തിട്ട് റൂമും പൊട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. തൊട്ട് താഴെ തന്നെയായിട്ട് ഒരു അയൽവാസി മുത്തശ്ശി താമസിക്കുന്നുണ്ട്. അപ്പൊ വരാൻ വേണ്ടി 1-2 ആഴ്ച എടുക്കും. അതുകൊണ്ട് തന്നെ താക്കോൽ ആ ഒരു മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെ കാറുമായിട്ട് ലൂക്കയും അവന്റെ അമ്മയും അങ്ങനെ പോവാണ് കേട്ടോ. ട്രിപ്പിന് പോകുന്ന സമയത്ത് ഈ വെക്കേഷന് എന്തെല്ലാം ചെയ്യണം അതൊക്കെ വ്യക്തമായിട്ട് അമ്മയും മോനും കൂടെ നല്ല അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറിന് മുന്നിലേക്ക് ഒരു ട്രാക്ടർ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ കാറിന്റെ കൺട്രോള് ലൂക്കയുടെ അമ്മയുടെ കയ്യിൽ നിന്നും പോവുകയാണ്. ഒരു വലിയ അപകടം സംഭവിക്കുന്നുണ്ട്. കാർ തെറിച്ചു പോയിട്ട് വീഴുന്നുണ്ട് കേട്ടോ. ആ വീഴ്ചയിൽ ഒരു സെക്കൻഡ് കൊണ്ട് എന്താ സംഭവിച്ചെന്ന് പാവം നമ്മുടെ ലൂക്കയ്ക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ചുറ്റും അങ്ങനെ നോക്കുന്നുണ്ട്. അല്പം വൈകാതെ അവന്റെ ബോധം പോവാണ്. കുറെ നേരം കഴിഞ്ഞപ്പോ അവൻ ആരും വിളിക്കുന്നുണ്ട്. കണ്ണ് തുറന്നു നോക്കിയപ്പോ അവന്റെ അയൽവാസിയായിട്ടുള്ള ആ മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശിയാണ് മോനെ എഴുന്നേക്കെന്ന് പറയാണ്. തൊട്ടടുത്ത് തന്നെ ഡോക്ടറുണ്ട്. എന്നാൽ കണ്ണ് തുറന്ന പാടെ ലൂക്ക ചോദിക്കുന്നത്, അല്ല എന്റെ അമ്മ എവിടെ? അപ്പൊ അവര് ഡോക്ടർ ലൂക്കയോട് പറയുന്നുണ്ട്, മോനെ പേടിക്കുന്നു വേണ്ട, നിന്റെ അമ്മയ്ക്ക് കുറച്ച് കൂടുതൽ പരിക്കുണ്ട്, അതുകൊണ്ട് തന്നെ അമ്മ കോമാവസ്ഥയിലാണ്. ഞങ്ങൾ ഈ ആശുപത്രിയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അമ്മയെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ലൂക്ക വാശി പിടിക്കുകയാണ്, ഇല്ല എനിക്ക് എന്റെ അമ്മ ഇപ്പൊ കാണണമെന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. കാരണം കൈക്കും കാലിനൊക്കെ നല്ല പരിക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ പറയാണ്, മോനെ കുറച്ച് ദിവസം വിശ്രമിക്കാതെ നിനക്ക് എന്തായാലും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് പറയാണ്. പിന്നീട് അവിടെ വെച്ച് ലൂക്കയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ആ ഒരു മുത്തശ്ശി തന്നെയാണ്. സ്വന്തം മുത്തശ്ശിയല്ല, അയൽവാസിയാണ്. എന്നാലും സ്വന്തം പേരക്കുട്ടിയെ പോലെ തന്നെ ആ മുത്തശ്ശി അവനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അവന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നടക്കാവുന്ന പാകത്തിലേക്ക് ലൂക്ക എത്തുകയാണ് കേട്ടോ. എന്നാൽ ഒരു വാക്കിംഗ് സ്റ്റിക്കിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഒരു ടാക്സിയിൽ കയറി വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവന് ഭയങ്കരമായിട്ട് പേടിയാവാണ്. കാറ് കാണുമ്പോൾ തന്നെ. ഇപ്പൊ മുത്തശ്ശി പറയണം, മോനെ പേടിക്കുന്നു വേണ്ട. അങ്ങനെ മുത്തശ്ശി അവരുടെ വീട്ടിലേക്ക് നമ്മുടെ ലൂക്കയെ കൂട്ടിക്കൊണ്ടു പോവാണ്. നന്നായിട്ട് തന്നെ അവനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ലൂക്കയ്ക്ക് അവന്റെ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. മുത്തശ്ശിയാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ലൂക്ക നേരെ എഴുന്നേറ്റ്, തൊട്ട് മുകളിലാണല്ലോ അവരുടെ വീട്ടിലത്, അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. ഒറ്റയ്ക്ക് ആ ഒരു വീട്ടിൽ കയറുമ്പോൾ തന്നെ ലൂക്കയ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോഴും അമ്മയാണ് ഓർമ്മ വരുന്നത്. അവന് വല്ലാണ്ട് അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് ഒരു ലെറ്റർ അവന് കിട്ടുന്നുണ്ട്. അതെടുത്തുകൊണ്ട് നേരെ താഴെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതെന്താണെന്ന് ഒന്ന് നോക്കാൻ വേണ്ടി പറയാണ്. മുത്തശ്ശി അത് വായിച്ചു നോക്കി കുറച്ച് സങ്കടത്തോട് കൂടിയിട്ട് ലൂക്കയെ നോക്കുകയാണ്. ലൂക്ക മോനെ, അത് പിന്നെ നിന്റെ അമ്മ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തായിരുന്നു, അത് തിരിച്ചടക്കാത്തത് കൊണ്ട് തന്നെ ജപ്തി ചെയ്യാനായിട്ട് അവരധികം വൈകാതെ വരുന്നാ പറയുന്നത്. പാവൻ ലൂക്ക കേട്ടപാടിന് സങ്കടമാണ്. ഇല്ല അതെന്റെ അമ്മയുടെ ഓർമ്മകളുള്ള വീടാണ്, ഞാൻ അവിടെ എവിടെയും പോയില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. പക്ഷെ എന്ത് വാശി പിടിച്ചിട്ട് എന്താ കാര്യം, ബാങ്കുകാർ വന്നാൽ അവരത് കൊണ്ടുപോകും. ഇതേ നേരം തന്നെ മറ്റൊരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കണ്ടാൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവര് വന്നിട്ട് മുത്തശ്ശിയോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ അതെന്താണെന്ന് നമ്മുടെ ലൂക്ക ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്, ലൂക്കയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ആ ആന്റി വന്നിരിക്കുന്നത്. എന്നാൽ ഇത് കേട്ടപ്പോൾ തന്നെ ലൂക്കയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ്. എനിക്ക് നിങ്ങളുടെ കൂടെ വരണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല, എനിക്ക് ഇവിടെ നിന്നാ മതി. ആ സമയത്ത് ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ആന്റിയാടാ, അമ്മയുടെ ചേച്ചിയാണ്, നിനക്കിപ്പോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അമ്മ കണ്ണ് തുറക്കുന്നത് വരെ നീ എന്റെ കൂടെ നിൽക്കണം എന്ന് പറയാണ്. എന്നാൽ ലൂക്ക പറയണം, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കുക? ആന്റി പിന്നീട് അവന്റെ അമ്മയും ആന്റിയും ചെറുപ്പത്തിലുണ്ടായിരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവരുടെ പിന്നിലായിട്ട് വലിയൊരു വീട് കാണുന്നുണ്ട്. ആ വീട്ടിലേക്കാണ് അവനിപ്പോ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. അങ്ങനെ അവസാനം ലൂക്ക സമ്മതിക്കുകയാണ്. അവന്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആന്റിയുടെ വണ്ടിയിലേക്ക് കയറി പോവാണ് കേട്ടോ. പക്ഷേ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ പൊന്നു മോനെ വല്ല കുജിരിന്ന് എടുത്തുകൊണ്ടുവന്ന വണ്ടി പോലെ ഉണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുന്തിരിക്കും, അത് പുകയിക്കുന്നത് പോലെ കാറല്ല ആ വണ്ടിയുടെ ബേക്കിൽ നിന്ന് കട്ട പുക ഇങ്ങനെ വരികയാണ്. ഇതെല്ലാം ലൂക്ക ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല വണ്ടിക്ക് വല്ലാത്തൊരു ശബ്ദം, കടക്ക് കടക്ക് കടക്ക്. എന്റെ ദൈവമേ, ഇതെങ്ങോട്ടാണോ പോകുന്നത്? ചെറിയൊരു പേടിയിലാണ് അവൻ ആ ഒരു വണ്ടിയിൽ ഇരിക്കുന്നത്. എന്തായാലും കുറെ ദൂരം വണ്ടി സഞ്ചരിക്കുന്നുണ്ട്. പിന്നീട് വണ്ടിയുടെ പോക്ക്
ഒരു കാട്ടിലൂടെയായി. കാടും കഴിഞ്ഞ് ഒരു മലയും കഴിഞ്ഞ് കുറച്ചധികം ദൂരത്തേക്ക് അങ്ങനെ പോവുകയാണ്. പോയി അവസാനം വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീടിന്റെ മുന്നിലെത്തുകയാണ്. കണ്ട പാട് തന്നെ അവനാകെ പേടിച്ചു പോവാണ്. എന്റെ ദൈവമേ, ഇതിന്റെ ഉള്ളിലാണോ ഞാൻ താമസിക്കാൻ പോകുന്നത്? പക്ഷേ ഉള്ളിലേക്ക് പോയ സമയത്ത് നല്ല സെറ്റപ്പ് ആയിരുന്നു. സംഭവം പഴയതാണെങ്കിലും എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നീട് അവന് കഴിക്കാൻ ഭക്ഷണം എല്ലാം ആന്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അവന് കിടക്കാൻ ഏത് മുറി വേണം? നിന്റെ അമ്മയുടെ റൂം തന്നെ മതിയെന്ന് ചോദിക്കണം. ആ മതിയെന്ന് നമ്മുടെ ലൂക്ക പറയാം. പിന്നീട് അവന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് മുത്തശ്ശി അവനെയും കൂട്ടി നേരെ ആ റൂമിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നീല നിറമായിരുന്നു ആ വാതിലിന്റെ കളർ. അങ്ങനെ മുറി തുറന്ന് അവൻ ഉള്ളിലേക്ക് കയറുകയാണ്. അവന്റെ അമ്മ അവിടെ എടുത്തു വെച്ച പഴയ പെയിന്റിങ്ങുകൾ, ചിത്രങ്ങൾ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കാണുമ്പോൾ അവന്റെ അമ്മയെ അവന് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവന്റെ അമ്മയുടെ ഫോണിലേക്ക് അവൻ വിളിക്കുകയാണ്. എന്തായാലും അമ്മ ഫോൺ എടുക്കില്ലാന്ന് അവന് നന്നായിട്ട് അറിയാം, എന്നാലും വിളിക്കുകയാണ്. പിന്നീട് അവൻ അമ്മ അയച്ച ആ ഒരു പഴയ വോയിസ് മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ, അത് ചുമ്മാ അങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം അമ്മയെ ആ ചെറിയ ചെറുക്കിന് മിസ്സാവുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായിട്ട് നമ്മുടെ ലൂക്ക എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ മെയിൻ ഹാള് ഒരുപാടധികം പ്രായമായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊരു ഹോട്ടലൊന്നും അല്ല കേട്ടോ, ഇത് ആ ആന്റിയുടെ ഗസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ ആന്റി വന്നിട്ട് പറയണം, ഇതുപോലെ പ്രായമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും, അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകരുത്, നിന്റെ ഫുഡ് അവിടെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോ എന്ന് പറയണം. ആന്ന് പറഞ്ഞിട്ട് അവൻ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഭക്ഷണമൊന്നും കഴിക്കാതെ നേരെ ബാൽക്കണിയിലേക്ക് പോവാണ്. അവിടേക്ക് വന്ന് നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കടൽ കാണുന്നുണ്ട്. അതായത് ഒരു കടലിനരികിലാണ് ഈ വലിയ കോട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഭംഗിയെല്ലാം ആസ്വദിച്ച് അവൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആന്റി വന്നിട്ട് പറയുന്നത്, നീ എന്താണ് ഫുഡ് കഴിക്കുന്നില്ലേ? ആ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കഴിക്കുന്നത് പോലെ കാണിച്ച് അവിടുന്ന് പതിയെ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് കോട്ടയുടെ ആ ഒരു മനോഹാരിത ഇപ്പൊ അവന് മനസ്സിലാകുന്നത്. എന്തൊരു അടിപൊളിയാ, കുറെ പൂക്കളും അതുപോലെ തന്നെ നല്ല മരങ്ങളും മഞ്ഞ നിറമുള്ള ഇലകൾ വീണ് കിടക്കുന്ന വഴിയും ഭയങ്കര ഭംഗിയായിരുന്നു. അതിലൂടെ നടന്നുകൊണ്ട് ചുമ്മാ അമ്മയുടെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാമെന്ന് കരുതിയിട്ട് അവന്റെ ഫോൺ എടുക്കുകയാണ്. പെട്ടെന്ന് ഒരു പയ്യൻ വന്നിട്ട് അവന്റെ ദേഹത്ത് തട്ടുകയാണ്. ഓടുന്നതിന്റെ ഇടയിൽ തട്ടിയതാണ്. ആ പയ്യൻ നിലത്ത് വീഴുന്നുണ്ട്. അവന്റെ കൂടെ വേറെയും 2 പിള്ളേരുണ്ടായിരുന്നു. തൽക്കാലം നമുക്ക് അവരെ ജൂലി, മില്ലർ, അതുപോലെ തടിച്ച ഒരു പയ്യനുണ്ടല്ലോ, അവനെ ബോണി എന്ന് വിളിക്കും. അപ്പൊ ഈ ബോണി എഴുന്നേറ്റിട്ട് അവന് ഭയങ്കരമായിട്ട് ചീത്ത പറയാണ്. ഈ സമയത്ത് ലൂക്ക പറയാണ്, ഞാനല്ലല്ലോ, നീയല്ല എന്റെ മേത്ത് വന്ന് തട്ടിയത്, ദാ നോക്കി എന്റെ ഫോൺ വരെ പൊട്ടിപ്പോയി എന്ന് പറയാണ്. പിള്ളേരാണെങ്കിൽ ഭയങ്കര വഴക്കും. ഈ സമയത്ത് ആന്റി എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് വരികയാണ്. എന്നാൽ ആന്റിയെ കണ്ടപാടിന്, അയ്യോ ഈ തള്ളയാണോ, വേഗം പോവാം, ആ മന്ത്രവാദിയാന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഓടി രക്ഷപ്പെടുകയാണ്. അതായത് അത്രയും വലിയ കോട്ടയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഈ ആന്റിയെ എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുരുത്തം കേട്ട പിള്ളേർക്ക് മാത്രം കേട്ടോ. പിന്നീട് ലൂക്കയോട് എന്താ മോനെ പ്രശ്നം എന്ന് ആന്റി ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. പിന്നീട് റൂമിലിരിക്കുന്ന ലൂക്കയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആന്റി ചോദിക്കുന്നുണ്ട്, മോനിക്ക് എന്താ പറ്റിയത്, എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് നല്ല രീതിയിൽ തന്നെ ആന്റി ചോദിച്ചപ്പോൾ അവനൊന്നും മൈൻഡ് ആക്കുന്നില്ല. പിന്നീട് ആന്റി പഴയൊരു കോട്ട് എടുത്തു വന്നിട്ട് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇത് നിന്റെ അച്ഛന്റെ കോട്ടാണ്, എന്നാൽ അതിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ ഭയങ്കര വാശിയില്ല, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്കിവിടെ ഇഷ്ടമില്ല, എനിക്കിവിടെ നിന്ന് പോകണമെന്ന് പറയാണ്. ഭയങ്കര വിഷമമായ ആന്റി അവിടുന്ന് പോവാണ്. പുറത്ത് പോയിട്ട് ആ ഒരു കടലിലേക്ക് നോക്കി സ്മോക്ക് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ ആന്റിയുടെ അടുത്തേക്ക് ആ കോട്ട് ഇട്ടുകൊണ്ട് ലൂക്ക വരികയാണ് കേട്ടോ. എന്നിട്ട് ആന്റിയോട് ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛനെ കുറിച്ച് ആന്റിക്ക് എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആന്റി പറയാണ്, അവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അവൻ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു വെക്കേഷൻ സമയത്താണ്. ആ സമയത്ത് നിന്റെ അമ്മയുമായിട്ട് അവൻ ഒരുപാട് അടുത്തു. അവർ തമ്മിൽ പ്രണയത്തിലായി. കുറച്ച് നാളുകൾക്ക് ശേഷം അവർ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ കല്യാണം നടക്കാൻ നിൽക്കുന്നതിന്റെ തലേ ദിവസം നിന്റെ അച്ഛനെ കാണാതായി. അതുപോലെ അന്ന് രാത്രി ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഈ കാണുന്ന കടലുണ്ടല്ലോ, ഇവിടെ ഒരു കപ്പല് ആക്സിഡന്റ് ആയി. അതിൽ നിന്നും 5 ആള് വെള്ളത്തിൽ പോയി. ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ബാക്കി 4 പേര് മരിച്ചുപോയി. ആ രക്ഷപ്പെട്ട ആള് പറഞ്ഞത് അദൃശ്യനായിട്ടുള്ള ഏതോ ഒരാൾ വന്നിട്ട് അവനെ രക്ഷപ്പെടുത്തി എന്നാണ്. എന്തായാലും ഇപ്പൊ നമ്മുടെ ലൂക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അവന്റെ അമ്മ ഇട്ടിട്ട് പോയ ഒരാളാണ് അവന്റെ അച്ഛൻ. അതുപോലെ തന്നെ അച്ഛന്റെ കോട്ടാണല്ലോ അവൻ ഇട്ടിരിക്കുന്നത്. ആ കോട്ടിനുള്ളിൽ വെച്ചിട്ട് ഒരു ചെറിയ കത്തി കെട്ടുന്നുണ്ട്. ആ കത്തിയുടെ മുകൾ ഭാഗം പൊട്ടിക്കെടുക്കുകയാണ്. എന്നാൽ ആ കത്തി അവിടെ മാറ്റി ഇട്ടേക്കുന്ന ആന്റി പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത് വെച്ച് കുരുത്തക്കേട് കാണിക്കില്ല എന്ന് പറയണം. പിന്നീട് പതിയെ ആ സ്ഥലത്തൂടെ അവൻ അങ്ങനെ ചുറ്റും സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്. എന്നാൽ പെട്ടെന്ന് മറ്റേ ഒരു കുരുത്തം കെട്ട 3 പിള്ളേരുണ്ടല്ലോ, നമ്മുടെ ഈ ലൂക്കയെ നോക്കിയിട്ട് ഒരു കല്ലെടുത്ത് എറിയാണ്. അപ്പൊ ലൂക്ക പറയാണ്, ഞാൻ നിങ്ങളോട് വഴക്കിനൊന്നുമില്ല, അധിക ദിവസമൊന്നും ഞാൻ ഇവിടെ നിൽക്കില്ല, 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്നു പറയണം. അങ്ങനെ പിള്ളേരോട് ലൂക്ക പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് മറ്റൊരു കാഴ്ച അവൻ കാണുന്നത്. ഈ വലിയ വീടുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് ഒരു ലോറി വന്നിരിക്കുകയാണ്. മാത്രമല്ല അതിൽ അവന്റെ പഴയ വീട്ടിലെ, അതായത് ലൂക്കയും അവന്റെ അമ്മയും താമസിച്ച വീട്ടിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബാങ്ക് വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ സാധനവും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ലൂക്കയ്ക്ക് ഇനി പെട്ടെന്നൊന്നും ഇവിടുന്ന് തിരിച്ചു പോകാൻ കഴിയില്ല. ഇത് കണ്ട ലൂക്കയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് ആന്റി കുറെ ചീത്ത പറഞ്ഞിട്ട് അവൻ നേരെ അവന്റെ റൂമിലേക്ക് ഓടുകയാണ്. അവനെ സമാധാനിപ്പിക്കാനായിട്ട് പാവ ആന്റി അവന്റെ പിറകാലത്ത് തന്നെ വരികയാണ്. എന്നാൽ അപ്പോഴേക്കും റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് കഥക് ഒരൊറ്റ അടയ്ക്കലാണ്. ആന്റി വന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ആ ഒരു ഡോറ് തുറക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ആന്റിയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ആന്റി മുട്ടുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ ഡോറിന് ഒരു കമ്പി വെച്ച് അവനും തിരിച്ചു മുട്ടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആന്റി അവിടുന്ന് പോയിട്ടോ. എന്നാൽ അവൻ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരത്തിൽ തട്ടുന്ന ശബ്ദത്തിന് പകരം ഈ ഇരുമ്പിൽ അടിക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുകയാണ്. പതിയെ വീണ്ടും തട്ടി നോക്കുന്നുണ്ട്. അവനാകെ അത്ഭുതമായി. ശരിക്കും ഇരുമ്പിൽ തട്ടുന്നത് പോലെ തന്നെ. മാത്രല്ല ഈ വാതിലിന്റെ ചുറ്റുമായിട്ടൊരു നീല പ്രകാശം വരുന്നുണ്ട്. എന്താ ഇത് ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ പതിയെ ആ ഒരു ഡോറ് തുറക്കുകയാണ്. തുറന്ന
സമയത്ത് അവന്റെ കണ്ണുകളെ അവനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത്ഭുതകരമായിട്ടുള്ള ഒരു ഫാന്റസി ലോകം കാണുന്നത് പോലെ നിറയെ വർണ്ണശബളമായിട്ടുള്ള പൂക്കളും ഇലകളും അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, അതിലൂടെ പാറി നടക്കുന്ന ഒരു പക്ഷി. വ്യത്യസ്തനായിരുന്നു ആ ഒരു പക്ഷി. അത് അവന് നേരെ വരികയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ പേടിച്ച് അവൻ ആ ഒരു കഥ കടച്ചു കളയാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ പോയിട്ട് കട്ടിലിൽ കിടന്നിട്ട് അവൻ ആ ഒരു പുതപ്പെടുത്ത് തലയിലൂടെ മൂടുകയാണ്. അങ്ങനെയാണല്ലോ പിള്ളേര് ചെയ്യുക. പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും കണ്ടാൽ തലയിലൂടെ പുതപ്പ് മൂടി അങ്ങനെ കിടന്നോളും. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവന്റെ ഉള്ളിൽ ഒരു ആശ, അതൊന്ന് പോയി തുറന്നു നോക്കിയാലോ. അങ്ങനെ പതിയെ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് എത്തിയിട്ട് അവൻ ആ ഒരു ഡോറ് പെട്ടെന്ന് അങ്ങ് തുറക്കുകയാണ്. എന്നാൽ അപ്പുറത്തുനിന്ന് ആന്റിയാണ് റൂമിന്റെ ഉള്ളിലേക്ക് വരുന്നത്. ഇരുട്ട് റൂമില് അതുപോലെ തന്നെ ടോർച്ചും പിടിച്ച് നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ ആന്റി ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? ഏയ് ഒന്നുമില്ല ആന്റി, വെറുതെ ചുമ്മാ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആന്റി ചോദിക്കുകയാണ്, നിനക്ക് വിശക്കുന്നില്ലേ, ഫുഡ് വേണോ? ഫുഡ് വേണമെന്ന് ഇപ്പൊ നമ്മുടെ ലൂക്ക പറയണം. അങ്ങനെ ഭക്ഷണം എടുക്കാനായിട്ട് ആന്റി പോയപ്പോ അവൻ വീണ്ടും ആ ഒരു വാതിലടക്കാണ്. പെട്ടെന്ന് തന്നെ അത് തുറന്നു നോക്കുകയാണ്. ബട്ട് ഒന്നുമില്ല, നോർമൽ ആയിട്ട് തന്നെ. അങ്ങനെ പലതവണ വാതിൽ തുറന്ന് നോക്കുമ്പോഴും ഇത് തന്നെ അവസ്ഥ, പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ നോർമൽ ആയിട്ട് തന്നെ. അവസാനമായിട്ട് ഒന്നുകൂടെ തുറന്നു നോക്കാന്ന് കരുതിയിട്ട് അവൻ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോ ആന്റി ഫുഡുമായിട്ട് അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നേരെ അതിന്മേൽ പോയി അടിക്കുകയാണ്. ഭക്ഷണം മുഴുവനായിട്ടും താഴെ വീണു പോവാണ്. ആന്റിക്ക് ചെറിയൊരു ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അത് അവനോട് കാണിക്കാതെ ഞാൻ പോയിട്ട് വേറെ എടുത്തിട്ട് വരാന്ന് പറയണം. ഇപ്പൊ ലൂക്ക പറയണ, ആന്റി വേണ്ട, എന്റെ വിശപ്പെല്ലാം പോയി, ഇനിയിപ്പോ എനിക്കൊന്നും വേണ്ട, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കട്ടിൽ പോയിട്ട് കിടക്കുകയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആന്റി അവിടുന്ന് പോവാണ്. ആന്റി പോയി കഴിഞ്ഞ വാർഡ് തന്നെ അവൻ വീണ്ടും ചാടി എഴുന്നേൽക്കുകയാണ്. പതിയെ ഡോറുമ തട്ടി നോക്കുന്നുണ്ട്. എന്നാൽ മരത്തുമ തട്ടുന്ന അതേ ശബ്ദം തന്നെ. ഇപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന അവന്റെ അച്ഛന്റെ ആ ഒരു കത്തി ഉണ്ടല്ലോ, ആ കത്തി വെച്ച് പതിയെ തട്ടി നോക്കുമ്പോൾ ഇരുമ്പുമേ തട്ടുന്ന ശബ്ദം വരികയാണ്. കൂടാതെ തന്നെ അതിന്റെ ചുറ്റും പ്രകാശം വരികയാണ്. വർക്കൗട്ട് ആയി എന്ന് അവന് കാര്യം മനസ്സിലായി. പിന്നീട് പതിയെ വാതിൽ തുറന്ന് അവൻ ആ ഒരു ലോകത്തിലേക്ക് പോവാണ് കേട്ടോ. ഇത്തവണ പേടിക്കാതെ ആ മായാ ലോകത്തിലേക്ക് അവൻ വന്ന് അതിന്റെ ആ ഒരു ഭംഗി അവൻ ആസ്വദിക്കുകയാണ്. ആരാണ് ആഗ്രഹിക്കാത്തത് ഇതുപോലൊരു മായാ ലോകത്തിലേക്ക് പോവാൻ? എനിക്കെന്തായാലും ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ലൂക്ക നിൽക്കുമ്പോൾ അവൻ അരികിലേക്ക് ഇപ്പൊ ഒരു പറവ വരികയാണ്. നേരത്തെ അവൻ കണ്ട അതേ പറവ തന്നെ. ആ പറവ ഇപ്പോ അവന് ചുറ്റും പറക്കുകയാണ്. മാത്രല്ല അത് മുന്നോട്ടേക്ക് പറന്നു പോകുന്നുണ്ട്. അത് അവന് വഴി കാണിക്കാതെ തോന്നുന്നു. അങ്ങനെ ആ പറവയുടെ പിന്നാലെ തന്നെ അവൻ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ വലിയൊരു കാട് കാണുകയാണ്. ആ കാടിന്റെ നിറം എന്തായിരുന്നു? നല്ല വയലറ്റ് നിറം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലാവണ്ടർ നിറം. ഭയങ്കര ഭംഗിയായിരുന്നു അത് നോക്കി നിൽക്കാനായിട്ട്. പക്ഷെ അധികം അങ്ങോട്ടേക്ക് പോകാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ തിരിച്ച് അവന്റെ റൂമിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. എന്തോ ആ ഒരു സ്ഥലത്ത് പോയി വന്നപ്പോൾ അവന് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. നന്നായിട്ട് തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ആന്റിയുടെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവന്റെ കയ്യിൽ അന്ന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് പറയാണ്, കഴിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് പുറത്തു പോയിട്ട് വന്നോന്ന്. എന്തായാലും ഉള്ളിൽ തന്നെ കുറെ നേരം ഇങ്ങനെ ഇരുന്നിട്ട് എന്താ, അതുകൊണ്ട് അവൻ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ആ ഒരു 3 പിള്ളേരെ കാണുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു പെൺകുട്ടി ജൂലി ഉണ്ടല്ലോ, അല്ല നിനക്ക് എങ്ങനെയാണ് അപകടം പറ്റിയെന്ന് എനിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോ ജൂലിയുടെ അടുത്തുണ്ടായിരുന്ന ആ കണ്ണാടിക്കാരൻ ചെറുക്കൻ പറയാണ്, അതറിയില്ലേ, വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇവനും ഇവന്റെ അമ്മയും പോകുന്ന സമയത്ത് വലിയൊരു കാർ അപകടം ഉണ്ടായി, അവന്റെ അമ്മ കോമാവസ്ഥയിൽ പോയെന്നൊക്കെയാ പറയുന്നത്, മിക്കവാറും മരിക്കും. ഇത് കേൾക്കുന്ന സമയത്ത് ലൂക്കയ്ക്ക് ദേഷ്യം വരാതിരിക്കോ, അവനോട് താട്ടി കയറാൻ നിൽക്കുകയാണ്. ഇപ്പൊ ജൂലി വന്നിട്ട് രണ്ടുപേരും പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബോണി, ആ ചെറുക്കൻ വന്നിട്ട് പറയാണ്, എന്റെ സ്കേറ്റിംഗ് ബോർഡ് അത് നശിപ്പിച്ചത് നീയാടാ, നിന്നോട് ഞങ്ങൾ ഒരിക്കലും കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞിട്ട് ആ ബോർഡ് അവിടെ ഇട്ട് അവര് 3 പേരും അവിടുന്ന് പോവാണ്. അന്ന് ലൂക്കയുടെ ദേഹത്തേക്ക് വന്നിടിച്ചത് അവനാണ്. അവൻ തന്നെയാണ് അവന്റെ ആ ഒരു സ്കേറ്റിംഗ് ബോർഡ് നാശാക്കിയത്. എന്നിട്ട് പാവൻ ലൂക്കയെ കുറ്റം പറഞ്ഞിട്ട് ഇവന്മാരെ അവിടുന്ന് പോവാണ്. എന്നാൽ ലൂക്ക എന്ത് ചെയ്തു, ആ ഒരു സ്കേറ്റിംഗ് ബോർഡ് കൊണ്ടുപോയിട്ട് ചെറുതായിട്ടൊന്ന് റിപ്പയർ ചെയ്യാം. അവന്റെ അച്ഛന്റെ കോട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു കത്തി ഉണ്ടല്ലോ, ആ കത്തി ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ആ ഒരു സ്കേറ്റിംഗ് ബോർഡ് നന്നാക്കിയിട്ട് നമ്മുടെ ബോണിക്ക് അതങ്ങനെ ഉരുട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അത് കണ്ട് അവൻ ഞെട്ടുന്നുണ്ട്. നന്ദി പറയാണ് ഇപ്പൊ നമ്മുടെ ലൂക്കയോട്. ഇതിനുശേഷം ലൂക്ക വീട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള ഓരോ വാതിലും തട്ടി നോക്കുകയാണ് കേട്ടോ. കാരണം ഏതെങ്കിലും വാതിലിന് ഇതുപോലെ പ്രത്യേകത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അവൻ അവിടെ ഒരു പെയിന്റിംഗ് കാണുന്നുണ്ട്. കുറെ അധികം ചെറിയ വീടുകളും അതുപോലെ തന്നെ വലിയൊരു കൊട്ടാരമുള്ള വലിയൊരു പെയിന്റിംഗ്. ആ പെയിന്റിംഗ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചു. ഇതേ നേരം തന്നെ ആന്റി വന്നിട്ട് എന്താണ് ഇവിടെ പരിപാടി ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ റൂമിലേക്ക് പോയിട്ട് അവന്റെ ബാഗിൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. കാരണം ആ വാതിൽ തുറന്ന് ആ ലോകത്തിലേക്ക് പോയി അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തന്നെ. അങ്ങനെ ബാഗിൽ ഫുഡെല്ലാം ആക്കി ആ ഡോറ് തുറന്ന് അവനുള്ളിലേക്ക് പോവാണ്. പോയ വാർഡ് തന്നെ ആ ലോകത്തിലെത്തിയ വാർഡ് ആ ഒരു പക്ഷിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ എത്ര വിളിച്ചിട്ടും അവള് വരുന്നില്ല. അതുകൊണ്ട് തന്നെ പതിയെ ലൂക്ക മുന്നോട്ടേക്ക് നടക്കുകയാണ്. അന്ന് കണ്ടില്ലേ ലാവണ്ടർ നിറമുള്ള ഫോറസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു പക്ഷിയെ കാണാനില്ല. ഉള്ളിലേക്ക് പോകാനായിട്ട് കുറച്ച് പേടിയുണ്ട്. പിന്നീട് ലൂക്ക വിചാരിക്കുകയാണ്, എന്തിനാ പേടിക്കുന്നത്, ധൈര്യമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവാം. അങ്ങനെ ആ കാട്ടിലൂടെ ലൂക്ക നടക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ടുള്ള പല കാഴ്ചകളും ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകതരം എന്തെന്നറിയാത്ത ജീവികൾ നിലത്ത് ചവിട്ടുമ്പോൾ ഈ ജെല്ലി ഫിഷ് ഉണ്ടല്ലോ, അതെല്ലാം മുകളിലേക്ക് പോകുന്നതല്ലോ പതിയെ മുകളിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ചു ദൂരം നടന്ന് ആ ഒരു ഫോറസ്റ്റും താണ്ടി അതിന്റെ അപ്പുറത്തേക്ക് അവൻ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. കുറേ അധികം വീടുകളൊക്കെ കൂടി ചേർന്ന ഒരു വലിയ സ്ഥലം, അതിൽ തന്നെ ഉയർന്നൊരു സ്ഥലത്തായിട്ട് വലിയൊരു കോട്ടയും. അവൻ ഈ കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതിനു മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട്. ആന്റിയുടെ വീട്ടിലെ ആ ഒരു വലിയ ഫോട്ടോ ഫ്രെയിമിൽ കണ്ടില്ലേ, അതേ ചിത്രം തന്നെ. അവൻ നേരെ ആ ഒരു പട്ടണത്തിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. എന്നാൽ അതിനെ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു വല്ലാത്ത വേലിക്കെട്ടുകൾ, അതായത് ഒരു
വള്ളിച്ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഈ നേരം അതിന്റെ ഇടയിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ആ ഗ്യാപ്പിലൂടെ അതിനുള്ളിലേക്ക് അവൻ ചെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ അത്രയും വലിയ ആ ഒരു പട്ടണത്തിൽ ഒരാൾ പോലും ഇല്ല. ഒരു ഉപേക്ഷിക്കപ്പെട്ട നഗരമാണെന്ന് തോന്നുന്നത്. എന്തായാലും അതിലൂടെ നടക്കുകയാണ് വിജനമായിട്ടുള്ള സ്ഥലം. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കട അവൻ കാണുന്നുണ്ട്. ഒരു ടൈലറിംഗ് ഷോപ്പാണ്. അത് കണ്ടാൽ മനസ്സിലാവും. അതിനുള്ളിലേക്ക് പോയ സമയത്ത് ഈ തുണിഷാപ്പുകളിലൊക്കെ കാണുന്ന സൈസുള്ള പാവകൾ ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പാവകൾ അവിടെ ഇരിപ്പുണ്ട്. അതിലൂടെ അവൻ അങ്ങനെ നടന്നു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്നും ഒരു പാവ പതിയെ അനങ്ങുകയാണ്. മുടിയെല്ലാം നീട്ടി, കണ്ടാൽ തന്നെ വിചിത്രമായിട്ടുള്ള ഒരു രൂപം, ഒരു മോൺസ്റ്റർ തന്നെ. അതിനെ കണ്ട പാടിനെ പേടിച്ചു പോയ ലൂക്ക പിന്നിലേക്ക് നടന്ന് കാല് തട്ടി വീഴുന്നുണ്ട്. ആ വീഴ്ചയിൽ തല തട്ടി അവന്റെ ബോധം പോവാണ്. ആ നേരം അവന്റെ ഉള്ളിലേക്ക് അവന്റെ അമ്മ തന്നെ വന്നിട്ട് അവനെ വിളിക്കാണ്, മോനെ എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. പെട്ടെന്ന് ലൂക്ക കണ്ണു തുറന്നപ്പോ അവന്റെ തൊട്ട് മുന്നിൽ ഉണ്ടായിരുന്നത് ആ ഒരു മോൺസ്റ്റർ ആയിരുന്നു. ആരാടാ നീ, എന്തിനെങ്ങോട്ടേക്ക് വന്നേന്ന് ആ ഒരു മോൺസ്റ്റർ വെച്ചപ്പോ പേടിച്ച് ലൂക്ക പറയാണ്, ഞാൻ അറിയാതെ വന്നതാ, എന്നോട് ക്ഷമിക്കണം. ഒരു നീല വാതിൽ കണ്ടപ്പോ അത് തുറന്ന് ഇങ്ങോട്ടേക്ക് വന്നതാ, അറിയാതെ വന്നു പോയതാ, ഇനി വരില്ല എന്ന് പറയാണ്. എന്നാൽ അവനെ കടിക്കാനായിട്ട് ആ ഒരു മോൺസ്റ്റർ വന്ന സമയത്ത് എന്നൊന്നും ചെയ്യല്ല, എന്നെ കാത്ത് എന്റെ ആന്റി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ മോൺസ്റ്റർ ചോദിക്കാണ്, നിന്റെ ആന്റിയോ? വേറെയും ആളുകളുണ്ടോ? ആ വേറെയും കുറെ ആളുകളുണ്ട്, ആ ഡോറിന്റെ അപ്പുറത്ത് കുറെ മനുഷ്യരുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ആ ഒരു മോൺസ്റ്റർ അവനൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നീട് നൈസ് ആയിട്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോ നേരത്തെ വീഴ്ചയിൽ അവന്റെ കാലിന് നല്ല പരിക്കുണ്ട്. അതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഈ കാര്യം ആ ഒരു ഭൂതത്തിന് മനസ്സിലായി കേട്ടോ. പിന്നീട് ആ ഒരു ഭൂതം അവന് നേരെ കൈ നീട്ടുകയാണ്. അപ്പോൾ അതിന്റെ കൈയുടെ ഉള്ളിൽ നിന്നും ഒരുമാതിരി എട്ടുകാലി വല പോലെയുള്ള ഒരു നൂല് പോലെ എന്തോന്ന് അവന്റെ കാലിൽ ചുറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവന്റെ കാലിന്റെ വേദന അപ്പൊ തന്നെ ഇല്ലാതാവുകയാണ്. അവനാകെ ഞെട്ടിപ്പോയി. മാത്രമല്ല ആ ഒരു ഭൂതം അവന് നേരെ കൈ നീട്ടുകയാണ്. അവനും ആ കൈ ഭൂതത്തിന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവന്റെ വിരലില് ആ ഭൂതം തൊട്ടപ്പോ നൂല് പോലെയുള്ള ആ ഒരു വസ്തു വന്നിട്ട് അവന്റെ കയ്യിൽ ഒരു മോതിരം പോലെ ആയിട്ട് മാറുകയാണ്. പിന്നീട് ആ ഒരു ഭൂതം ചോദിക്കുകയാണ്, നീ എന്നെ മറക്കൂലല്ലോ? ഇല്ലാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആ സ്ഥലം വിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ നേരത്ത് അവന്റെ പിന്നാലെ തന്നെ ആ നൂലുകൾ ഒരുപാടധികം വരുന്നുണ്ടായിരുന്നു. പിന്നീട് വേഗം തന്നെ അവനുള്ളിലേക്ക് കയറി വന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിലൂടെ അതിന്റെ അപ്പുറത്തേക്ക് കിടക്കാണ്. പക്ഷെ ആ ഒരു ഡോറിന് അരികിലേക്ക് എങ്ങനെ പോകും, ആ വഴി അവന് മനസ്സിലാവുന്നില്ല. ആ സമയത്താണ് പക്ഷി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇപ്പൊ ആ ഒരു പക്ഷി അവന് വഴികാട്ടിയായിട്ട് മുന്നിൽ അങ്ങനെ പറന്നു പോവാണ്. നേരത്തെ വന്ന ആ ഒരു ലാവൻഡർ ഫോറസ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാം താണ്ടിക്കൊണ്ട് അവൻ അവസാനം ആ ഒരു ഡോറിന് അരികിലെത്തുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പക്ഷിയോട് നന്ദി പറയണം കേട്ടോ. അതുപോലെ തന്നെ അവന്റെ കാലിൽ യാതൊരു വേദനയില്ല, അവൻ തുള്ളിച്ചാടുകയാണ്, നല്ല ആരോഗ്യം ഫീൽ ആവുന്നുണ്ട്. എന്തായാലും ആ ഒരു പക്ഷിയോട് നന്ദി പറഞ്ഞ് അതിന് കഴിക്കാനായിട്ട് ചില ചിപ്സുകളൊക്കെ കൊടുക്കുകയാണ്. എന്നാൽ ആ ചിപ്സ് കഴിക്കാതെ അവന്റെ കയ്യിൽ ആ ഒരു ഭൂതം ഇട്ടുകൊടുത്ത ആ ഒരു മോതിരം ഉണ്ടല്ലോ, നാര് പോലെയുള്ള ആ ഒരു മോതിരം, അതാണ് ഈ ഒരു പക്ഷി കുത്തിവലിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു നൂല് അവന്റെ ശരീരത്തിൽ നിൽക്കുന്നത് ആ പക്ഷിക്ക് ഇഷ്ടമല്ലായിട്ടായിരിക്കും. എന്തായാലും പിന്നീട് അത് കുറച്ച് വയലന്റ് ആവുകയാണ്. ഇതിനെന്താ പറ്റിയ വട്ടായോ? എന്തായാലും വേഗം തന്നെ അവൻ ആ ഒരു ഡോറ് തുറന്ന് ഉള്ളിലേക്ക് പോയിട്ട്, അതായത് അവന്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ആ മായാ ലോകത്തിൽ നിന്നും അവന്റെ ലോകത്തിലേക്ക് വന്ന പാട് തന്നെ അവന്റെ ആ ഒരു ഫോൺ ടേബിളിൽ വെക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ഭൂതം കൊടുത്ത മോതിരം ഉണ്ടല്ലോ, അതുകൂടി ടേബിളിൽ വെക്കുകയാണ്. എന്നിട്ട് നേരെ ആന്റിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ നേരത്തെ വീണപ്പുണ്ടായിരുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, അത് ആ ഒരു ഡോറും താണ്ടി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവന്റെ കാലിൽ വീണ്ടും ഉണ്ടാവുകയാണ്. ആ ഭൂതത്തിന്റെ മാജിക് പവർ ഈ ഡോറിന്റെ അപ്പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അപ്പം ലൂക്കിക്ക് മനസ്സിലായി. എന്തായാലും ലൂക്ക് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൻ ഊരി വെച്ച ആ ഒരു മോതിരം ഉണ്ടല്ലോ, അതൊരുമാതിരി ഒരു പുഴുവായിട്ട് മാറുകയാണ്. ആ പുഴു പിന്നീട് 1 2 ആവുന്നുണ്ട്, 2 4 ആവുകയാണ്, 4 8 ആവുകയാണ്, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വരികയാണ്. ഇതേ നേരം ആന്റിയുടെ അടുത്തേക്ക് ലൂക്ക വന്നു കേട്ടോ. എന്നാൽ ലൂക്കയെ കണ്ടപാട് തന്നെ സങ്കടവും ദേഷ്യവും ഒക്കെ ആയിട്ട് കരഞ്ഞുകൊണ്ട് ആന്റി ചോദിക്കുകയാണ്, നീ എവിടെ പോയി കിടക്കുകയായിരുന്നടാ? ഇത്രയും നേരം നിന്നെ കാണാനായിട്ട് ഞാൻ എന്തൊക്കെയാ അവിടെ ചെയ്ത് കൂട്ടിയെന്ന് നിനക്കറിയോ? ഈ സമയത്ത് ആന്റിയുടെ ആ ഒരു സ്നേഹം കണ്ടപ്പോൾ ലൂക്കിക്കും തോന്നി, എന്തിനാണ് അവരോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അവൻ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ആ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറുന്നുണ്ട്. പിന്നീട് രാത്രി രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞ് ലൂക്ക നേരെ പോയിട്ട് മുറിയിൽ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. എപ്പോഴത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് നേരെ ആന്റിയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ. കിച്ചണിലേക്ക് പോയ സമയത്ത് ആന്റിയുടെ രൂപത്തിലൊക്കെ എന്തോ ഒരു വ്യത്യാസം. മുടിയൊക്കെ അഴിച്ചിട്ട് ഒരുമാതിരി വെള്ള മുടിയായിട്ട്. അതുപോലെ ഇന്നലെ നമ്മൾ കണ്ട ഒരു പുഴുകളുണ്ടല്ലോ, അത് ഈ അടുക്കളയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എഴഞ്ഞു നടക്കുകയാണ്. ഒന്നും മനസ്സിലാകാതെ ലൂക്ക ഇപ്പോൾ ആന്റിയെ വിളിക്കുകയാണ്, ആന്റി ഇതെന്താ ഇവിടെ ഇങ്ങനെ ആകെ മാറി നിൽക്കുന്നത്? ഇതേ സമയത്തിന് ആ ആന്റി അവനെ നോക്കുകയാണ്. ആന്റിയുടെ രൂപം അടിമുടി മാറിയിട്ടുണ്ട്. അതായത് ആ രോമങ്ങൾ അത് ഭൂതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് ശരിക്കും ഈ ആന്റിയെ ഒരു ഭൂതമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ ഈ കോട്ടയും അതിനനുസരിച്ച് മാറ്റാൻ പോവാണ്. അതുപോലെ ആ ആന്റി സംസാരിക്കുന്നത് ആന്റിയുടെ ശബ്ദമായിരുന്നില്ല, ആ ഭൂതത്തിന്റെ ശബ്ദമായിരുന്നു. ഇത് കണ്ട് പേടിച്ച് ലൂക്ക പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. ഓടടാ ഓട്ടം. ഓട്ടത്തിനിടയിൽ മറ്റേ ആ ഒരു 3 പിള്ളേരുണ്ടല്ലോ, അവരുടെ ദേഹത്ത് പോയി തട്ടി വീഴുന്നുണ്ട്. എന്താടാ കാര്യം ചോദിച്ചപ്പോൾ ലൂക്ക കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ടപാട് അവര് പൂരം ശരി കേട്ടോ. ഇപ്പൊ ജൂലി പറയണമെന്ന് മിണ്ടാതിരിക്കുക. അവൻ ഇത്രയും പേടിച്ച് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ ലൂക്ക, നീ വിശദമായിട്ട് പറയുന്നു പറയാണ്. അങ്ങനെ ആ ഒരു വാതിലിന്റെ കാര്യം, അതിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു നൂല് കാരണം മുത്തശ്ശി ഒരു ഭൂതമായി മാറിയ കാര്യം എല്ലാം അവരോട് പറയണം. എന്നാൽ മില്ലറും ബോണിയും പറയാണ്, നീ എന്താ ഈ പറയുന്നത്? മാന്ത്രികയുടെ ഓറോ? നിന്റെ ആന്റി ഭൂതമായിട്ട് മാറിയെന്നോ? വെറുതെ നുണ പറയാൻ നിൽക്കല്ലേ, ഞങ്ങളെ പറ്റിക്കല്ലേ? ഇത് കേട്ടപ്പോ ജോലി പറയണ, നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നത്. അവൻ ഇത്രയും പേടിച്ചില്ലേ, നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? അങ്ങനെ ആ 3 പിള്ളേരും നമ്മുടെ ലൂക്കയും കൂടെ അവന്റെ ആന്റിയുടെ ആ ഒരു വലിയ വീട്ടിലേക്ക് വന്ന് നോക്കുകയാണ്. അങ്ങനെ പിള്ളേര് 4 പേരും വന്ന് നോക്കുമ്പോൾ വീട്
വീടിന്റെ ഉള്ളിൽ മുഴുവനും ഈ എട്ടുകാലി വലയുണ്ടല്ലോ അത് നിറഞ്ഞതുപോലെ ആ ഭൂതത്തിന്റെ രോമം അല്ലെങ്കിൽ ആ ഒരു നൂല് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പിള്ളേര് ചോദിക്കുന്നുണ്ട്, എവിടാ നിന്റെ ആന്റി ഭൂതം കാണാനില്ലല്ലോ. എന്നാൽ ഇതേ നേരം ഏറ്റവും പിറകിലുണ്ടായിരുന്ന നമ്മുടെ ബോണി ഉണ്ടല്ലോ അവന്റെ മുഖത്തേക്ക് ഇതുപോലെ നൂല് വന്നിങ്ങനെ തട്ടുന്നുണ്ട്. ഷേ ഇതിപ്പോ എവിടുന്നാ വന്നേ? കുറെ നേരം തട്ടിക്കളയാൻ നോക്കുന്നുണ്ട്. എന്നാൽ മുഖത്ത് തന്നെ ആയപ്പോ അതിങ്ങനെ തട്ടി മാറ്റി നേരെ മുകളിലേക്ക് നോക്കിയപ്പോ ദാണ്ടെ നിൽക്കുന്നത് നമ്മുടെ ആന്റി. അവൻ ഒരൊറ്റ കൂക്കലാണ് കേട്ടോ. എല്ലാവരും ഇപ്പൊ ഇത് കാണുന്നുണ്ട്. 4 പേര് മോടി ഒരു റൂമിൽ കയറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്യാം. ആ ആന്റി വേഗം വന്ന് ഡോറ് തുറക്കാതിരിക്കാനായിട്ട് പല സാധനങ്ങളും വെച്ച് ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂട്ടത്തിലെ നമ്മുടെ മില്ലർ കണ്ണാടിക്കാരൻ ചെക്കനുണ്ടല്ലോ അവൻ പറയാണ്, ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ആ ജനലുണ്ടല്ലോ അത് തകർത്ത് നമുക്ക് പുറത്തേക്ക് കടക്കാന്ന് പറയാണ്. ഇതും പറഞ്ഞ് ഓടിച്ചെന്ന് അവൻ ആ ഒരു ജനല് തകർക്കാൻ നോക്കുകയാണ്. പക്ഷെ അവിടെ മുഴുവനും എട്ടുകാലി വല പോലെ ആ ഒരു രോമായിരുന്നു. അതിൽ അവൻ കുടുങ്ങി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ലൂക്ക അവന്റെ അച്ഛന്റെ ആ ഒരു കത്തി ഉണ്ടല്ലോ അത് കയ്യിലുണ്ടല്ലോ അത് ഉപയോഗിച്ച് ആ നെറ്റ് മുഴുവനും കട്ട് ചെയ്ത് കളയാണ്. ഇതേ നേരം തന്നെ അവരുടെ ആന്റി ആ ഡോറ് പൊളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വന്നിട്ടുമുണ്ട്. ഇനിയിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. 4 പേരും അവിടുന്ന് ഓടുകയാണ്. ലൂക്കയ്ക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലവും നന്നായിട്ട് അറിയാം. അവൻ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു അലമാര കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഓടി കയറി ഒളിക്കാന്ന് പറയാണ്. അങ്ങനെ 4 പിള്ളേരും ഉള്ളിൽ കയറിയിട്ട് ഒളിച്ച് കതകിനിടയിലൂടെ നോക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഭൂതമായി മാറിയ അവന്റെ ആന്റി അവിടെ മുഴുവനും വന്നിട്ട് ഇവരെ പരിശോധിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഭൂതം അങ്ങനെ പറയുന്നുണ്ട്, പിള്ളേരെ നിങ്ങൾ എവിടെയാ? വേഗം ഇങ്ങോട്ടേക്ക് വാ, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് നിങ്ങളെ മുഴുവനും കഴിക്കണം എന്ന് പറയാണ്. എന്നാൽ പേടിച്ച് വിറച്ച് 4 പേരും അതിന്റെ ഉള്ളിൽ അനങ്ങാതെ അങ്ങനെ ഇരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് പതിയെ ഡോറ് തുറന്ന് റൂമിന്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ മുഴുവനായിട്ടും ആ ഒരു വല നിറഞ്ഞിരിക്കുകയാണ്. പതിയെ റൂം വിട്ട് പിള്ളേര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ആ ഒരു കൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ ആ കോട്ടയുടെ ഏത് ഭാഗത്തേക്ക് പോകണമെന്ന് നമ്മുടെ ലൂക്കയ്ക്ക് വരെ മനസ്സിലാവുന്നില്ല. കാരണം അത്രക്കും എട്ടുകാലി വല അവിടെ നിറഞ്ഞിരിക്കുകയാണ്. എട്ടുകാലി വലയല്ല, ആ ഭൂതത്തിന്റെ രോമാണ് കേട്ടോ അത്. പെട്ടെന്ന് വീണ്ടും അവരുടെ മുന്നിലേക്ക് ആന്റി വരികയാണ്. ഓടുന്നതിനിടയിൽ ലൂക്കയുടെ കാലിന് ഓൾറെഡി ഒരു മുറിവുണ്ടല്ലോ അതിൽ പെട്ടെന്ന് വേദന വരികയാണ്. വേഗത്തിൽ പോകാൻ കഴിയുന്നില്ല. അവന്റെ ആന്റി വന്ന് അവന്റെ കാലിന് പിടിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ബാക്കിയുള്ള 3 പേരും ആ ഭൂതത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. വേഗം തന്നെ പിന്നീട് 4 പേരും നേരെ ചെന്ന് കയറുന്നത് ലൂക്കയുടെ മുറിയിലാണ്. വേഗം തന്നെ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അധികം വൈകാതെ ആ ഡോറും ആന്റി പൊളിക്കുന്ന ലൂക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ വെച്ചൊരു ഐഡിയ എടുക്കുന്നുണ്ട്. അതായത് ആ വാതിലിന് മുട്ടി അത് മാന്ത്രിക വാതിലാക്കി മാറ്റുകയാണ്. അതിന് ചുറ്റും പ്രകാശം വരുന്നുണ്ട്. പിന്നീട് ആ വാതിൽ തുറന്ന് നേരെ ആ ഫാന്റസി വേൾഡിലേക്ക് ലൂക്കയും ജൂലി മില്ലറും ബോണിയും പോവാണ്. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് വന്ന സമയത്ത് ജൂലി, മില്ലർ, ബോണി 3 പേരും അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാന്റസി വേൾഡ് അവർ കാണുന്നത്. ലൂക്ക പറഞ്ഞ സമയത്ത് ഇവര് 3 പേരും ഈ കാര്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ലൂക്ക പറയാണ്, ദാ ഈ ലോകത്തിലെ ഭൂതാണ് എന്റെ ആന്റി ഇതുപോലെ മറ്റൊരു ഭൂതാക്കി മാറ്റിയത്. എങ്ങനെങ്കിലും വെള്ള മുടിയുള്ള ആ ഭൂതത്തിനെ നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ നശിപ്പിക്കണം. ഇത് കേട്ടപാട് തന്നെ ബോണി പറയണ, ഞാനൊന്നുമില്ല, ഞാൻ തിരിച്ചു പോവാം. അപ്പൊ ലൂക്ക പറയണ, പോ നീ നേരെ എന്റെ റൂമിലേക്ക് പോയി നിൽക്ക്, അവിടെ ആന്റി ഓൾറെഡി ഉണ്ടാവും, ആന്റിയുടെ വായിലേക്ക് തന്നെ നീ ചെന്ന് ചാടി കൊടുക്കുന്നു പറയണം. ഇത് കേട്ടപാടിനെ ബോണി പഠിക്കണം, ഇല്ല ഞാനും നിങ്ങളുടെ കൂടെ വരാന്ന് പറയണം. അങ്ങനെ ലൂക്ക ഇവരെ 3 പേരെയും കൂട്ടിക്കൊണ്ട് ഒരുപാട് ദൂരം നടക്കുകയാണ്. അങ്ങനെ ആ ഒരു ലാവൻഡർ ഫോറസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം താണ്ടി അതിനപ്പുറത്തേക്ക് ഇവര് 4 പേരും എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് നോക്കുമ്പോൾ ദൂരത്ത് ആ ഒരു പട്ടണം കാണുകയാണ്. ആ കാണുന്ന പട്ടണത്തിലാണ് ആ ഭൂതം താമസിക്കുന്നത്. നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോവാന്ന് പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ഇവര് നോക്കുമ്പോൾ ഒരുപാടധികം പക്ഷികൾ അങ്ങോട്ടേക്ക് പാറി വരികയാണ്. അന്ന് ലൂക്ക വന്ന സമയത്ത് അവന് വഴി കാണിക്കാനായിട്ട് ഒരു പക്ഷി വന്നില്ലേ, അതുപോലെയുള്ള ഒരുപാട് പക്ഷികൾ. എന്നാൽ ഇവറ്റകളൊക്കെ വന്നിട്ട് അവിടെ ആകെ ആ ഒരു ഭൂതത്തിന്റെ രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ രോമം കൊത്തി തിന്നുകയാണ്. അവറ്റകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം അത് ഇതാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ഓർമ്മയുണ്ട്, ലൂക്ക ആ പക്ഷിക്ക് ഭക്ഷണം കൊടുത്ത സമയത്ത് ഭക്ഷണം കഴിക്കാതെ ആ രോമം കൊത്തി തിന്നത്, അതിനർത്ഥം ആ പക്ഷികൾക്ക് ആ രോമം ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് പക്ഷികൾക്ക് വേണ്ടി കുറച്ച് ചിപ്സ് എല്ലാം ഇട്ട് കൊടുത്ത് അവറ്റകളുടെ ശ്രദ്ധ മാറ്റി പതിയെ ലൂക്കയും അവന്റെ കൂട്ടുകാരും കൂടിയിട്ട് ആ ഒരു വേലിയെല്ലാം താണ്ടി ആ ഒരു പട്ടണത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടൈലർ ഷോപ്പിന്റെ മുന്നിലേക്ക് വരികയാണ്. ഇപ്പൊ ലൂക്ക ജൂലിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്കായിട്ട് മില്ലറോടും അതുപോലെ തന്നെ ബോണിയോടും പുറത്ത് നിൽക്കാനും പറയുന്നുണ്ട്. അങ്ങനെ ആ ഷോപ്പിന്റെ ഉള്ളിലേക്ക് ലൂക്കയും ജൂലിയും വന്ന് കയറുകയാണ്. എന്നാൽ ഓൾറെഡി ഇവര് വരുന്ന കാര്യം ആ ബോധത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ വന്ന വാർഡ് തന്നെ ലൂക്ക ചോദിക്കുന്നത്, നീ എന്തിനാ എന്റെ ആന്റിയെ ആ കൊലത്തിലേക്ക് മാറ്റിയത്? ഈ സമയത്ത് ഭൂതം പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് ആ വാതിലിന്റെ അപ്പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിന്റെ ആന്റിയെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ നിന്റെ ആന്റിയെ ഇനി വിടാൻ പോകുന്നില്ല, ഞാൻ ഇനി അവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. ഇത് കേട്ട സമയത്ത് ലൂക്ക അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നേരത്തെ കുറെ പക്ഷികൾ വന്നില്ലേ, അതിലൊരെണ്ണത്തിനെ അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നായിരുന്നു. ആ പക്ഷി ഇപ്പോൾ തുറന്നു വിടുകയാണ്. പക്ഷി പുറത്തേക്ക് വന്ന പാട് തന്നെ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണല്ലോ ഈ ഭൂതത്തിന്റെ രോമങ്ങൾ, അത് കൊത്തി തിന്നാൻ തുടങ്ങുകയാണ്. ഭൂതത്തിന് ഇത് ഭയങ്കരമായിട്ട് ശല്യമായിട്ട് തോന്നുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ പക്ഷിക്കിട്ട് ഒരൊറ്റ അടി അടിക്കുകയാണ്. പക്ഷി തെറിച്ചു പോയിട്ട് നിലത്ത് വീഴുന്നുണ്ട്. ഇതിനുശേഷം ഭൂതം വന്ന് അതിന്റെ ആ ഒരു രോമം കൊണ്ട് നമ്മുടെ ലൂക്കയും ജൂലിയും അതിങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ നേരം തന്നെ മില്ലർ, ബോണി 2 പേരും ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇവർ 2 പേരും പോയിട്ട് കുറെ നേരമായാലോ, നമുക്കൊന്ന് ഉള്ളിലേക്ക് നോക്കിയാലോ. അങ്ങനെ ഇവര് നോക്കിയ സമയത്ത് ലൂക്ക, ജൂലി 2 പേരും അപകടത്തിലാണെന്ന് മനസ്സിലായി. അതുപോലെ ഇവർക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റാത്ത അത്രയും രോമം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് മില്ലറും ബോണിയും
ഒന്നും നോക്കിയില്ല, അവിടെ കുറെ അധികം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നിന്ന് 2 കോടാലി എടുത്ത് രണ്ടുപേരും അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു ഈ രോമങ്ങൾ മുഴുവനായിട്ടും വെട്ടിമുറിക്കാൻ തുടങ്ങുക. ഇതേ നേരം ഉള്ളിൽ കാണിക്കുകയാണ്, അതായത് ലൂക്കയെ ആ ബോധം അതിന്റെ രോമം കൊണ്ട് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണോ. ആ സമയത്ത് ലൂക്ക പറയുന്നുണ്ട്, നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് എന്താ വേണ്ടത്. ഈ സമയത്ത് ആ ഒരു ബോധം പറയാണ്, ഓക്കെ ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിന്നോടൊരു കഥ പറയട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ ലോകത്തിലെ കടലില് ചെറിയൊരു അപകടം ഉണ്ടായിരുന്നില്ലേ, അതായത് കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന 5 പേര്, അവരുടെ ബോട്ട് വലിയൊരു കൊടുങ്കാറ്റിൽ പെട്ടുപോയില്ലേ, അവർ 5 പേരും വെള്ളത്തിലേക്ക് തെറിച്ചു വീണായിരുന്നു. അന്ന് ആ അപകടം ഉണ്ടാക്കിയത്, ആ കൊടുങ്കാറ്റ് ഉണ്ടാക്കിയത് ഞാനാണ്. ആ 5 പേരെയും കൊണ്ടുവരാനായിരുന്നു എന്റെ പദ്ധതി. പക്ഷെ അതിനിടയിൽ ഒരാൾ വന്നിട്ട് ആ 5 പേരിൽ ഒരാളെ രക്ഷപ്പെടുത്തി. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ രക്ഷപ്പെടുത്താൻ വന്ന ആള് മറ്റാരുമല്ല, അത് നിന്റെ അച്ഛനാണ് ലൂക്ക. എന്തായാലും ലൂക്ക, നിന്റെ അച്ഛൻ വന്നിട്ട് ആ കൂട്ടത്തിൽ ഒരാളെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ എനിക്കത് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് 5ാമത്തെ ആളുടെ ജീവന് പകരം ഞാൻ നിന്റെ അച്ഛന്റെ ജീവൻ എടുത്തു. അതുപോലെ ഇപ്പൊ ഞാൻ നിന്റെ ജീവൻ എടുക്കാൻ പോവാണ്. ഇതേ നേരം അവന്റെ ദേഹം മുഴുവനായിട്ടും ആ ഒരു വല അങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവന് ശ്വാസം കിട്ടുന്നില്ല. പതിയെ 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 അവന്റെ ബോധം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ബോധം നഷ്ടപ്പെടുന്ന സമയത്ത് അവന് പല ഇലൂഷൻസും വന്നു പോകുന്നുണ്ട്. ഒരു ഗ്ലാസ്, അതിനപ്പുറം നിൽക്കുന്ന അവന്റെ അമ്മ, ആ ഗ്ലാസിനപ്പുറം നിന്നുകൊണ്ട് ആ ഗ്ലാസ്സിൽ തട്ടിക്കൊണ്ട് അവന്റെ അമ്മ അവനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചപ്പുറത്ത് കുറെ അധികം ഡോക്ടേഴ്സിന്റെ ഇടയിലായിട്ട് കിടക്കുന്ന ലൂക്കയും കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അമ്മ തട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഗ്ലാസ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് പൊട്ടിപ്പോയിട്ട് ഒരുപാടധികം പക്ഷികൾ അതിലൂടെ ആ റൂമിലേക്ക് കടന്നു വരികയാണ്. ലൂക്ക കണ്ടത് വെറും ഒരു ഇലൂഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പോ ഇവിടെ ഈ ഫാന്റസി ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോധം ഉണ്ടല്ലോ, അതുള്ള റൂമിലേക്ക് ഒരുപാടധികം പക്ഷികൾ കയറി വരികയാണ്. അവറ്റകൾ വന്ന പാട് തന്നെ ഈ ഭൂതത്തിന്റെ രോമം തിന്നാൻ തുടങ്ങുകയാണ്. അതോടുകൂടി ഭൂതത്തിന്റെ കയ്യിൽ നിന്നും ലൂക്കയും ജൂലിയും രക്ഷപ്പെടുകയാണ്. അപ്പത്തിന് അങ്ങോട്ടേക്ക് വന്ന മില്ലർ ബോണി രണ്ടുപേരും അവരെയും കൂട്ടി ഈ സ്ഥലം വിട്ട് തന്നെ പുറത്തേക്ക് ഓടുകയാണ്. ഓടുന്ന സമയത്ത് അവരുടെ രക്ഷയ്ക്കായിട്ട് അവരുടെ കൂടെ തന്നെ ഒരുപാടധികം പക്ഷികൾ കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം അവർ ആ ഒരു ഡോറിന്റെ അരികിലേക്ക് എത്തി. അങ്ങോട്ടേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ലൂക്കയുടെ കൂടെ വന്ന അവന്റെ 3 കൂട്ടുകാരും പെട്ടെന്ന് ആ വായുവില് അലിഞ്ഞില്ലാതായി തീർന്നു പോവാണ്. എന്താ ഈ സംഭവിക്കുന്നതെന്ന് ലൂക്കയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവനാകെ പേടിച്ചുപോയി. കുറെ നേരം ജൂലി, മില്ലർ, ബോണി എന്നിങ്ങനെ വിളിക്കല്ലാതെ അവരാരും തിരിച്ചു വരുന്നില്ല. ആ ഭൂതത്തിന്റെ കയ്യിൽ 3 പേരും പെട്ടുപോയെന്ന് ലൂക്കാസിന് മനസ്സിലായി. പിന്നീട് ലൂക്ക ഒന്നും നോക്കിയില്ല, ആ വാതിൽ തുറന്ന് അവന്റെ റൂമിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവന്റെ കൂട്ടത്തിൽ 1-2 പക്ഷികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അവന്റെ റൂമിലേക്ക് അവൻ വന്ന് കയറിയ സമയത്ത് അവന്റെ ആന്റി പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. പക്ഷെ തലയിൽ ഒരു തരി പോലും മുടിയില്ല. അതെല്ലാം ആ ഒരു പക്ഷികൾ തിന്നു തീർത്തു. ആന്റി ഇപ്പോൾ അവനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ആന്റിക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ലൂക്കാസ് ചോദിക്കുമ്പോൾ ആന്റി ചിരിക്കുകയാണ് കേട്ടോ. അതേ നേരം തന്നെ ലൂക്ക നോക്കുമ്പോൾ അവന്റെ ശരീരവും പതിയെ 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 മറഞ്ഞില്ലാതായി തീരുകയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ലൂക്കാസിനും ഒന്നും മനസ്സിലാവുന്നില്ല, കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ? വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഈ കഥയിലെ പ്രധാന ട്വിസ്റ്റും അത് തന്നെയാണ്. അന്ന്, അതായത് കഥയുടെ ആരംഭത്തില് ലൂക്കാസും അവന്റെ അമ്മയും കൂടെ ഒരു ട്രിപ്പിന് പോകാൻ വേണ്ടി കാറിൽ അങ്ങനെ വന്നില്ലേ, അപ്പൊ ഒരു അപകടം നടന്നില്ലേ. ആ അപകടത്തിൽ അവന്റെ അമ്മയ്ക്ക് ചെറിയ പരുക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ലൂക്കാസിന് നല്ല പരുക്കുണ്ടായിരുന്നു. അവൻ കോമാവസ്ഥയിലേക്ക് പോയി. ആ സമയത്ത് എന്നും അവന്റെ അരികിലേക്ക് വന്നിട്ട് അവന്റെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ തന്റെ മകൻ എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അവന്റെ അമ്മ അവന്റെ ചെവിയിൽ അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനെ അമ്മ പറഞ്ഞ ആ കഥകളാണ് അവന്റെ ചെവിയിലൂടെ കേട്ട് അവന്റെ ഇമാജിനേഷനിൽ, അവന്റെ മൈൻഡിൽ വന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ട ഈ ഒരു മാന്ത്രിക ലോകവും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ. അറ്റ് ലാസ്റ്റ് അമ്മയുടെ ആ ഒരു കഥകൾ കേട്ട് 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 ആ കോമാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് ലൂക്ക കണ്ണു തുറക്കുകയാണ്. കുറച്ച് ദിവസമായി അവൻ ഇങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ അവന്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയി പോയി. ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ ലൂക്ക ഓക്കെ ആയിട്ട് വരികയാണ്. ആ സമയത്ത് ലൂക്ക അവന്റെ അമ്മയോട് ഒരു കാര്യം പറയുന്നുണ്ട്. അമ്മ, എന്റെ അച്ഛനുണ്ടല്ലോ, അമ്മയെ ഇട്ടിട്ട് പോയതൊന്നും അല്ല കേട്ടോ. അന്ന് കടലിൽ ഒരു വലിയ അപകടം ഉണ്ടായിരുന്നില്ലേ, ആ അപകടത്തിൽ 5ാമത്തെ ആളെ രക്ഷപ്പെടുത്തിയ സമയത്ത് അച്ഛൻ മരിച്ചു പോയതാണ് അമ്മേ, അല്ലാതെ നമ്മളെ രണ്ടുപേരെയും ഉപേക്ഷിച്ച് പോയതല്ല. എന്നാ ലൂക്കയുടെ അമ്മയ്ക്കും ഇവൻ എന്ത് ഈ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഇവനെങ്ങനെ ഈ കാര്യമൊക്കെ മനസ്സിലാക്കിയേ? അതും ലൂക്കയുടെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു ലൂക്ക കുറച്ച് ഓക്കെ ആയിട്ട് വരികയാണ്. നടക്കാനൊക്കെ തുടങ്ങി. ആ സമയത്ത് തൊട്ടപ്പുറത്തെ ബെഡിലുണ്ടായിരുന്ന 2-3 പിള്ളേരെ കാണുന്നുണ്ട് കേട്ടോ. അവിടെയാണ് മറ്റൊരു ടിസ്റ്റ്. ലൂക്കയെ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കോമാവസ്ഥയിൽ കിടക്കുന്ന കുട്ടികളായിരുന്നു അവര് 3 പേരും. അതായത് ആ മായാ ലോകത്തിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയ ജൂലി, മില്ലർ, ബോണി, ഇവര് 4 പേരും ഉണ്ടല്ലോ ഒരേ സമയത്ത് കോമാവസ്ഥയിലായ ആൾക്കാരാണ്. അതുപോലെ തന്നെ 4 പേരും ഒരുപോലെ ആ ഒരു കോമാവസ്ഥയിൽ നിന്നും എഴുന്നേറ്റിട്ടുണ്ട്. ശരിക്കും ലൂക്കയുടെ അമ്മ അവന് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ ബാക്കിയുള്ള 3 പേരും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ലൂക്കയ്ക്ക് മാത്രമേ ആ കഥകളൊക്കെ ഓർമ്മയുള്ളൂ. ബാക്കിയുള്ള 3 പേർക്കും എന്താ സംഭവിച്ചേ എന്ന് പോലും ഓർമ്മയില്ല. തികച്ചും അപരിചിതരായിട്ടാണ് 3 പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ലൂക്കയെ അവർക്ക് മനസ്സിലാവുന്നുമില്ല. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു. അവൻ നല്ല ഓക്കെ ആയി. പിന്നീട് അമ്മയുടെ കൂടെ ഒരു ബീച്ചിലേക്ക് പോവാണ്. കുറെ നാളായിട്ട് ആ ബീച്ചിൽ ഒരു കപ്പൽ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട്. കുറച്ചു വർഷം പഴക്കുണ്ട് ഈ ചെറിയ കപ്പലിന്. അങ്ങനെ ആ കപ്പലിന്റെ ചുറ്റും അവൻ നടക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഭാഗത്തായിട്ട് കയറിന്റെ ഒരു കെട്ട് കാണാണ്. ആ കെട്ടിൽ കൊടിയും കിടക്കുന്ന ഒരു കത്തിയുടെ ഒരു കഷ്ണവും അവൻ കാണുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ ആ കത്തിയുടെ കഷ്ണം അവൻ ഊരിയെടുക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം അവരിങ്ങനെ ആലോചിക്കുന്നത്. അതായത് അവന്റെ അച്ഛൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി ആ കഥയിൽ
ഒടുവിൽ ആ കോട്ടിൽ നിന്നും അവന് കിട്ടിയില്ലേ, അതിന്റെ അഗ്രഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ കഷ്ടമായിരിക്കും ചിലപ്പോ ഇത്. അതായത് നമ്മുടെ ലൂക്ക ഒരു മായാലോകത്തിലേക്ക് പോയി, അത് സത്യം തന്നെയാണ്. എന്നാൽ അവിടെ വെച്ച് യഥാർത്ഥ ചില കാര്യങ്ങൾ കൂടെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവന്റെ അച്ഛനുമായി ബന്ധപ്പെട്ട ആ രഹസ്യം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കപ്പൽ അപകടം ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഒരാളെ രക്ഷപ്പെട്ടു. ആ ആളെ രക്ഷപ്പെടുത്തിയത് മറ്റാരുമല്ല, നമ്മുടെ ലൂക്കയുടെ അച്ഛൻ തന്നെയാണ്. ആ ഒരു കാര്യമാണ് അവസാനത്തിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ലൂക്കയ്ക്കും ആ ഒരു കാര്യം മനസ്സിലായി. സോ ഇതോടെ ഈ ഒരു കഥ തീരുകയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിന്റെ ആ ഒരു ട്വിസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം കേട്ടോ, ഇതുപോലെയുള്ള കഥകൾ വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ എന്തായാലും അടുത്ത കഥയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.